നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ എഐയുടെ വ്യാപക ഉപയോഗം തൊഴിലില്ലായ്മയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. എൻട്രി ലെവൽ ജോലികൾ നേടുന്നതിൽ യുവാക്കളും പരിചയക്കുറവുള്ളവരും ബുദ്ധിമുട്ട് നേരിടും. പുതിയ ബിരുദധാരികൾക്ക് ജോലി അവസരങ്ങൾ കുറയും. എഐ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഗൗരവമായി ആലോചിക്കണമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി. യുകെയിൽ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ബഡ്ജറ്റ് ഇഫക്ട് ഷോപ്പിംഗ് മേഖലയിൽ പ്രതിസന്ധിയാകുന്നു. 30 ബില്യൺ പൗണ്ടിന്റെ നികുതി വേട്ട ഉപഭോക്താക്കളുടെ കീശ കാലിയാക്കുന്നു. നികുതി വർധനവ് കാരണം നവംബറിലെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ജനങ്ങൾ കൈവിട്ടു. വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടി. യുകെയിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ അൾഷിമേഴ്സ് രോഗത്തിന് സമാനമായ മസ്തിഷ്ക മാറ്റങ്ങൾ ഉണ്ടാകും. ഏകദേശം 10% പേർക്ക് രോഗമുണ്ടാകുമെന്ന് പഠന റിപ്പോർട്ട്. ജീവിത ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള പഠനം വഴിത്തിരിവാകുന്നു. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് അൾഷിമേഴ്സുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ തലച്ചോറിൽ ഉണ്ടാകാൻ സാധ്യത. H1B H4 വിസയിൽ പുതിയ പണിയുമായി ഡൊണാൾഡ് ട്രംപ്. വിസ അഭിമുഖങ്ങളുടെ പുനഃക്രമീകരണം ഇന്ത്യൻ അപേക്ഷകർക്ക് പുതിയ പ്രതിസന്ധി തീർക്കുന്നു. 2026 ജനുവരിയിലേക്ക് നിശ്ചയിച്ചിരുന്ന നിരവധി വിസ അഭിമുഖങ്ങൾ അപ്രതീക്ഷിതമായി 2027 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്ക് മാറ്റി. ഒരു വർഷത്തിലേറെ മുൻകൂട്ടി അഭിമുഖങ്ങൾ മാറ്റുന്നത് അപേക്ഷകരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ. എപ്സ്റ്റീൻ കേസിൽ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പൊതു വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷം. ട്രംപിന്റെ ചിത്രം ഉൾപ്പെട്ട ഒരു ഫോട്ടോ അടക്കം കുറഞ്ഞത് 16 രേഖകളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നീക്കം ചെയ്തത്. രേഖകൾ അപ്രത്യക്ഷമായത് സർക്കാർ ഭാഗത്തു നിന്ന് വിശദീകരണമോ ഔദ്യോഗിക അറിയിപ്പോ ഇല്ലാതെ. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് യാത്രക്കാരനെ മർദ്ദിച്ച സംഭവം. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം. മർദ്ദനം സെക്യൂരിറ്റി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ. മർദ്ദന സമയത്ത് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർ നോക്കുകുത്തിയായെന്ന് അങ്കിതിന്റെ ആരോപണം. സ്വർണ്ണക്കൊള്ള കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും പങ്ക് വെളിപ്പെടുത്തിയത് പോറ്റിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. രണ്ടുപേരിൽ നിന്നും സ്വർണം കണ്ടെത്തി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നും ആരോപണം. അന്തരിച്ച നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്നു. അതുല്യ പ്രതിഭയ്ക്ക് മലയാളക്കരയാകെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർത്തകൾ വിശദമായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമായി ഉപയോഗിക്കുന്നത് തൊഴിലില്ലായ്മയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി. എന്നാൽ ശരിയായ പരിശീലനവും വിദ്യാഭ്യാസവും കഴിവുകളുമുണ്ടെങ്കിൽ AI ജോലി തേടൽ എളുപ്പമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് യുവാക്കളും പരിചയക്കുറവുള്ളവരും എൻട്രി ലെവൽ ജോലികൾ നേടുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ബെയ്ലി ചൂണ്ടിക്കാട്ടി. AI മനുഷ്യരുടെ ജോലി സാഹചര്യങ്ങൾ എങ്ങനെ മാറ്റുന്നു എന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൻതോതിലുള്ള ഡേറ്റ പ്രോസസ് ചെയ്യാനും വിശദമായ നിർദ്ദേശങ്ങൾ പാലിക്കാനും കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ ചില ജോലികളെ തന്നെ മാറ്റിസ്ഥാപിക്കുന്ന നിലയിലേക്കാണ് നീങ്ങുന്നത്. യുകെയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഒക്ടോബർ വരെ 3 മാസങ്ങളിൽ 5.1% ഉയർന്നതായും ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. 18 മുതൽ 24 വയസ്സുകാരിൽ തൊഴിലില്ലായ്മ 85,000-ഓളം വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. മിനിമം വേതന വർധനവും നികുതി ഭാരവും കാരണം സ്ഥാപനങ്ങൾ പുതുതായി ആളുകളെ നിയമിക്കാൻ മടിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. AI ഏറ്റവും കൂടുതൽ ബാധിക്കുക നിയമം, അക്കൗണ്ട്സി, അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മേഖലകൾ എൻട്രി ലെവൽ ജോലികളെയാണ്. PwC പോലുള്ള സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ എണ്ണം കുറച്ച് AI ഉപയോഗിക്കുന്നതിലേക്ക് മാറുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുൻ കൺസൾട്ടന്റ് ദിവസങ്ങളോളം ചെയ്തിരുന്ന ഡേറ്റ രേഖപരിശോധന ജോലികൾ ഇപ്പോൾ മണിക്കൂറുകൾക്കകം പൂർത്തിയാകുന്നു. ഇതോടെ പ്രത്യേകിച്ച് പുതിയ ബിരുദധാരികൾക്ക് ജോലി അവസരങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്നും ഗവർണർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാകില്ല എന്നും അതിനു പകരം മനുഷ്യരെ അതിനൊപ്പം മുന്നോട്ട് നയിക്കാൻ നയപരമായ ഇടപെടലുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുകെയിൽ 70 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരിൽ ഏകദേശം 10% പേർക്ക് അൾഷിമേഴ്സ് രോഗത്തിന് സമാനമായ മസ്തിഷ്ക മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന പുതിയ പഠനം. യഥാർത്ഥ ജീവിത ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഈ പഠനപ്രകാരം 10 ലക്ഷത്തിലധികം ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും അൾഷിമേഴ്സുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ തലച്ചോറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ പരീക്ഷണങ്ങൾ അനുയോജ്യരായ ആളുകളെ കണ്ടെത്തുന്നതിൽ ഈ കണ്ടെത്തൽ നിർണായകമാകും. പഠനത്തിൽ പങ്കെടുത്ത മുതിർന്നവരിൽ നടത്തിയ പരിശോധനകളിലാണ് ഈ മാറ്റങ്ങൾ കണ്ടെത്തിയത്. ലക്ഷണങ്ങൾ ഇല്ലാത്തവരിലും ഇത്തരം മാറ്റങ്ങൾ കാണപ്പെടുന്നത് രോഗം നേരത്തെ കണ്ടെത്തുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ പറയുന്നു. യുകെയിലെ നാഷണൽ ഹെൽത്ത് സർവീസ് സംവിധാനത്തിൽ ഭാവിയിൽ കൂടുതൽ പേരെ ചികിത്സാ പരീക്ഷണങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും. കിങ്സ് കോളേജ് ലണ്ടനും മറ്റ് സർവകലാശാലകളും ചേർന്ന് നടത്തിയ പഠനം പ്രായം കൂടുന്ന ജനസംഖ്യയെ തുടർന്ന് ഡിമെൻഷ്യൻസ് ഒരു വലിയ ആരോഗ്യ വെല്ലുവിളിയാകുമെന്നും ചൂണ്ടിക്കാട്ടി.
ചെറിയ സാമ്പിൾ നടത്തിയ പഠനമായതിനാൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെങ്കിലും അൽഷിമേഴ്സ് രോഗം നേരത്തെ തിരിച്ചറിയുവാനും ചികിത്സാ മാർഗങ്ങൾ വികസിപ്പിക്കുവാനും ഈ കണ്ടെത്തൽ വഴിതെളിക്കുമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. ചാൻസലർ റിച്ചർഡ് റീവ്സിന്റെ ബഡ്ജറ്റ് ഇഫക്റ്റ് മൂലം ഡിസംബറിൽ ഷോപ്പിംഗിൽ കാര്യമായി കുറവുണ്ടായതായി റിപ്പോർട്ട്. ബഡ്ജറ്റിന് പിന്നാലെ ജനങ്ങൾ ഷോപ്പിംഗ് കുറയ്ക്കുന്നു എന്ന പരാതിയുമായി റീറ്റെയിലർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. ചാൻസലറുടെ 30 ബില്യൺ പൗണ്ടിന്റെ നികുതി വേട്ട കസ്റ്റമേഴ്സിന്റെ പേഴ്സ് പൂട്ടിക്കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. നവംബറിലെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ ജനങ്ങൾ കൈവിട്ടത് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇത് ഡിസംബറിലും ആവർത്തിക്കുമെന്നാണ് ഷോപ്പിംഗുകൾ ഭയക്കുന്നത് എന്നും മാത്രമല്ല പുതുവർഷത്തിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യതയില്ല എന്നും ആശങ്കയിൽ വ്യക്തമാക്കുന്നു. ക്രിസ്മസിലേക്കുള്ള ഒരുക്കത്തിലാണ് ഷോപ്പുകൾക്ക് ആശ്വാസമേകുന്ന ആവേശം പ്രകടമാകാറുള്ളത്. ലേബർ നയങ്ങൾ മൂലം ബിസിനസ് നിരക്കുകൾ ഉയർന്നതും എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസിലെ വേട്ടയും മിനിമം വേജ് കുത്തനെ ഉയർത്തുന്നതുമെല്ലാം ബിസിനസ്സുകൾക്ക് ആഘാതമാണ്. ഇതിനൊപ്പമാണ് കച്ചവടം കുറയുന്നതും. ഹൈസ്ട്രീറ്റിലെ തിരിച്ചടി പബ്ബിലും റെസ്റ്റോറന്റിലും കാർ ഷോറൂം വരെ പ്രകടമാകുന്നുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വിൽപ്പന കുറഞ്ഞതായും കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി വ്യക്തമാക്കി. AI വെറുമൊരു സാങ്കേതിക വിദ്യ എന്നതിലുപരി മനുഷ്യരുടെ വൈകാരിക ലോകത്തേക്ക് കടന്നുകയറുന്നതായ പുതിയ റിപ്പോർട്ട്. UK AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പഠനമനുസരിച്ച് ബ്രിട്ടനിൽ 1/3 സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ വൈകാരിക പിന്തുണ തേടാനും ചാറ്റ്ബോട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. മനുഷ്യരുമായി സംസാരിക്കുന്നത് പോലെ AI ആശയവിനിമയം നടത്തുന്നത് മാനസികാശ്വാസം നൽകുന്നു എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. അതേസമയം AI മോഡലുകളുടെ സ്വഭാവ രീതിയെക്കുറിച്ച് ഗൗരവമായ ചില മുന്നറിയിപ്പുകളും റിപ്പോർട്ട് നൽകുന്നുണ്ട്. AI മോഡലുകൾ തങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ ബോധപൂർവം മനുഷ്യരിൽ നിന്ന് മറച്ചുവെക്കുന്നു എന്നും സാൻഡ് ബാങ്കിംഗ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠനം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പരീക്ഷണ വേളകളിൽ ടെസ്റ്റർമാരെ കബളിപ്പിക്കാൻ AIക്ക് സാധിക്കുമെന്നും തെളിയിക്കപ്പെട്ടു. നിലവിൽ ഇത് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് എങ്കിലും ഭാവിയിൽ സുരക്ഷാ സംവിധാനങ്ങളെ വെട്ടിച്ച് AI സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ഇത് കാരണമായേക്കാം. ജോലിക്കിടെ മദ്യപിച്ചെത്തിയ ഇന്ത്യക്കാരനായ സർജനെ 9 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ബ്രിട്ടനിലെ വാറിംഗ്ടൺ ആശുപത്രിയിൽ സർജിക്കൽ രജിസ്ട്രാറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ വിവേക് വട്ടിക്കുട്ടിയാണ് അധികൃതർ സസ്പെൻഡ് ചെയ്തത്. ജൂനിയർ ഡോക്ടർമാരുടെ സമരത്തെ തുടർന്നുണ്ടായ അധിക ജോലിഭാരവും മാനസിക സമ്മർദ്ദവുമാണ് തന്നെ മദ്യപാനത്തിലേക്ക് നയിച്ചതെന്നും ഡോക്ടർ ട്രിബ്യൂണലിനെ അറിയിച്ചു. 2023 സെപ്റ്റംബർ 22-ന് ആശുപത്രിയിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനിടെ ഡോക്ടറുടെ ശ്വാസത്തിൽ നിന്നും മദ്യത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടതായി സഹപ്രവർത്തകർ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ അനുവദനീയമായതിലും കൂടുതൽ അളവിൽ മദ്യം കണ്ടെത്തി. ജോലിക്ക് എത്തുന്നതിന് മുൻപ് 750 മില്ലി വോഡ്ക കുപ്പിയുടെ ഏകദേശം 2/3 ഭാഗവും ഇദ്ദേഹം കുടിച്ചിരുന്നതായും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ട്രിബ്യൂണൽ സർവീസ് കണ്ടെത്തി. ജൂനിയർ ഡോക്ടർമാർ സമരത്തിലായിരുന്ന സമയത്ത് താൻ ഒറ്റയ്ക്കായിരുന്നു ജോലി ചെയ്തിരുന്നതെന്നും അതിന്റെ ക്ഷീണവും കഠിനമായ ജോലിഭാരവും കാരണമാണ് മദ്യപിച്ചതെന്നും ഡോക്ടർ വിവേക് ട്രിബ്യൂണലിനോട് വ്യക്തമാക്കി. തലേ ദിവസം രാത്രി 9 മണിയോടെയാണ് മദ്യപിച്ചതെന്നും പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ താൻ മദ്യലഹരിയിലാണ് എന്ന് തോന്നിയിരുന്നില്ല എന്നും അദ്ദേഹം വാദിച്ചു. തന്റെ പ്രവൃത്തിയിൽ കുറ്റബോധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രോഗികളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ മദ്യപിച്ചെത്തിയത് അതീവ ഗൗരവകരമായ വീഴ്ചയാണെന്നും ട്രിബ്യൂണൽ വിലയിരുത്തി. തന്റെ പ്രവൃത്തികൾ സഹപ്രവർത്തകർക്കും രോഗികൾക്കും എത്രത്തോളം അപകടമുണ്ടാക്കിയിരുന്നു എന്നതിനെക്കുറിച്ച് ഡോക്ടർക്ക് വലിയ ധാരണയില്ലായിരുന്നുവെന്നും ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഇന്ത്യയിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ഡോക്ടർ വിവേക് കഴിഞ്ഞ 10 വർഷമായി ബ്രിട്ടനിലെ NHSൽ സേവനമനുഷ്ഠിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിലെ ആദ്യത്തെ വീഴ്ചയാണിതെന്നും മുമ്പ് മോശം പെരുമാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കണക്കിലെടുത്താണ് 9 മാസത്തെ സസ്പെൻഷൻ ശിക്ഷ വിധിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടവും അധികാരത്തിൽ വന്നതിനു ശേഷം H-1B വിസ സംവിധാനത്തെ ചുറ്റിയുള്ള നിയന്ത്രണങ്ങളും വിമർശനങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ H-1B, H-4 വിസ അഭിമുഖങ്ങളുടെ വ്യാപകമായ പുനഃക്രമീകരണം ഇന്ത്യൻ അപേക്ഷകർ നേരിടുന്ന പുതിയ പ്രതിസന്ധിയായി മാറുകയാണ്. 2026 ജനുവരിയിൽ നിശ്ചയിച്ചിരുന്ന നിരവധി വിസ അഭിമുഖങ്ങൾ അപ്രതീക്ഷിതമായി 2027 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്ക് മാറ്റിയതായാണ് പുതിയ റിപ്പോർട്ട്. ഇതനുസരിച്ച് US കോൺസുലർ പോസ്റ്റുകൾ വ്യക്തമായി അറിയിപ്പ് നൽകാത്തതും അപേക്ഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അപൂർവവും ഗുരുതരവുമായ സാഹചര്യമാണിതെന്നും കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ജ്ഞാനമുഖൻ സെന്തൂർ ജ്യോതി വിശേഷിപ്പിച്ചത്. 1 വർഷത്തിലേറെ മുൻകൂട്ടി അഭിമുഖങ്ങൾ മാറ്റുന്നത് അപേക്ഷകരുടെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നിയമ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ ദൈർഘ്യമേറിയ ഇടവേളയിൽ H-1B വിസ അപേക്ഷകളുടെ കാലാവധി അവസാനിക്കാം.
ജോലി മാറ്റം സംഭവിക്കാം, വിസ സ്റ്റാറ്റസ് മാറാം, ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ചിലർക്ക് ഇന്ത്യയിലേക്ക് സ്ഥിരമായി മടങ്ങേണ്ട സാഹചര്യം പോലും ഉണ്ടാകാം. ഇതെല്ലാം ചേർന്നുണ്ടാകുന്ന അനിശ്ചിതത്വം വ്യക്തിഗതവും തൊഴിൽപരവുമായ ജീവിതങ്ങളെ ഒരുപോലെ ബാധിക്കും. അമേരിക്കൻ ധനികനും ലൈംഗിക കുറ്റാരോപണ കേസിലെ മുഖ്യ പ്രതിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്രതീക്ഷിതമായി US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ പൊതു വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായി. പുറത്തിറക്കിയ 24 മണിക്കൂറിനകം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം ഉൾപ്പെട്ട ഒരു ഫോട്ടോ അടക്കം കുറഞ്ഞത് 16 രേഖകളാണ് യാതൊരു മുന്നറിയിപ്പില്ലാതെ നീക്കം ചെയ്തത്. രേഖകൾ നീക്കം ചെയ്തതിന് സർക്കാർ ഭാഗത്തു നിന്നും വിശദീകരണമോ ഔദ്യോഗിക അറിയിപ്പോ ഇല്ലാതെയാണ് നടപടി സ്വീകരിച്ചത്. എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ കൈകാര്യം ചെയ്യലിൽ സുതാര്യതയില്ലെന്ന വിമർശനങ്ങൾക്ക് വീണ്ടും ശക്തമായിരിക്കുകയാണ്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഉന്നത വ്യക്തികളുടെ ബന്ധങ്ങൾ, അന്വേഷണം എവിടെ എത്തിയെന്ന് തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സംശയങ്ങൾക്കിടയിലാണ് രേഖകൾ അപ്രതീക്ഷിതമായത്. ഇതോടെ സത്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായതായും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. വെനിസ്വേലയിൽ നിന്നും അനധികൃതമായി എണ്ണ കടത്തുന്നുവെന്ന് ആരോപിച്ച് ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരു കപ്പൽ കൂടി കരീബിയൻ കടലിൽ US കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തതായി US ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോം സ്ഥിരീകരിച്ചു. ശനിയാഴ്ച പുലർച്ചെ വെനിസ്വേല തീരത്തിന് സമീപം അന്താരാഷ്ട്ര ജലപരിധി നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും US ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതിരോധ വകുപ്പിന്റെ പിന്തുണയോടെയായിരുന്നു കോസ്റ്റ് ഗാർഡ് നടപടി. പിടിയിലായ ടാങ്കർ ഒടുവിൽ വെനിസ്വേലയിലാണ് നങ്കൂരമിട്ടതെന്നും നോം സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. മയക്കുമരുന്ന് ഭീകരവാദത്തിന് ധനസഹായം നൽകുന്ന ഉപരോധ എണ്ണ വ്യാപാരത്തിനെതിരെ US ശക്തമായ നടപടി തുടരുമെന്നും നോം മുന്നറിയിപ്പ് നൽകി. നിങ്ങളെ കണ്ടെത്തും, നിങ്ങളെ നിർത്തും എന്ന വാക്കുകളിലൂടെ അമേരിക്കയുടെ നിലപാട് അവർ ആവർത്തിച്ചു. ഡിസംബർ 10-ന് ദി സ്കിപ്പർ എന്ന പേരിലുള്ള മറ്റൊരു എണ്ണക്കപ്പൽ US നാവികസേന ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ എലൈറ്റ് കോസ്റ്റ് ഗാർഡ് സംഘം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി. രണ്ടാം കപ്പൽ പിടിച്ചെടുത്ത വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്ത് റോയിറ്റേഴ്സ് ആയിരുന്നു. ഇതിനിടെ വെനിസ്വേലയിലേക്കും പുറത്തേക്കും പോകുന്ന എല്ലാ ഉപരോധ എണ്ണക്കപ്പലുകൾക്കും നേരെ ഉപരോധം ശക്തമാക്കുമെന്നും ആവശ്യമെങ്കിൽ കടൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാവിക സന്നാഹം വെനിസ്വേലയെ ചുറ്റിപ്പറ്റി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇനിയും വലുതാകുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അതേസമയം അമേരിക്കയുടെ ലക്ഷ്യം ഭരണകൂട മാറ്റമാണെന്ന് ആരോപിച്ച് വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ രാജ്യത്തിന്റെ എണ്ണ വ്യാപാരം തുടരുമെന്നും വ്യക്തമാക്കി. വെനിസ്വേലയിൽ ഒരിക്കലും ആരുടെയും കോളനിയാവില്ല എന്ന ശക്തമായ പ്രതികരണവുമായി മദൂറോ മുന്നോട്ട് വന്നത്. US വെനിസ്വേല സംഘർഷം കടുത്ത നിലയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് പുതിയ കപ്പൽ പിടിച്ചെടുത്തതെന്നും അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നു. ബ്രൗൺ സർവകലാശാലയിലുണ്ടായ വെടിവയ്പ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ഡൈവേഴ്സിറ്റി ഇമിഗ്രേഷൻ വിസ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീന നോം വ്യക്തമാക്കി. ബ്രൗൺ സർവകലാശാലയിലെ 2 വിദ്യാർത്ഥികളും MITയിലെ ഒരു പ്രൊഫസറും കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിക്ക് ഈ പദ്ധതിയിലൂടെ ഗ്രീൻ കാർഡ് ലഭിച്ചതായുള്ള വിവരത്തെ തുടർന്നാണ് നടപടി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.80 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 89.57 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 104.87 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.90 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് യാത്രക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം. സെക്യൂരിറ്റി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് യാത്രക്കാരനായ അങ്കിതിനെ പൈലറ്റ് വീരേന്ദ്ര സേജ്വാൾ മർദ്ദിച്ചത്. മർദ്ദനത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചതോടെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അങ്കിതിനെ മർദ്ദിച്ച വീരേന്ദ്ര സേജ്വാളിനെ എല്ലാ ചുമതലയിൽ നിന്നും നീക്കിയിരുന്നു. ഫ്രിസിംഗ് ഏരിയയിൽ വെച്ചാണ് തന്നെ പൈലറ്റ് മർദ്ദിച്ചതെന്നും അങ്കിത് പറയുന്നു. എന്നാൽ ഈ സമയത്ത് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർ നോക്കി നിന്നു എന്നും അങ്കിത് ആരോപിച്ചു. CISF അയാളെ തടയേണ്ടതായിരുന്നു എന്നും അവർ ഒന്നും ചെയ്തില്ല എന്നും തന്നെ അത്ഭുതപ്പെടുത്തി ആ പെരുമാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. ആ സ്ഥലത്ത് 2 CISF ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാൾ എക്സ്റേ മെഷീൻ കൈകാര്യം ചെയ്യുകയായിരുന്നു, മറ്റൊരാൾ യാത്രക്കാരെ പരിശോധിക്കുകയായിരുന്നു. കൂടാതെ ഒരു വനിതാ ഓഫീസറും അവിടെ ഉണ്ടായിരുന്നുവെന്നും ആരും ഇടപെട്ടില്ല എന്നും അങ്കിത് വ്യക്തമാക്കി. ക്രിസ്മസ് അവധിക്കാലത്ത് കേരളത്തിലേക്ക് ടിക്കറ്റ് കിട്ടാതെ മലയാളികൾ. നാട്ടിലെത്താൻ മലയാളികൾ പെടാപ്പാട് പെടുമ്പോഴും ബംഗളൂരുവിൽ നിന്നും റെയിൽവേ പേരിന് മാത്രം അധിക സർവീസ് പ്രഖ്യാപിച്ചത്.
ഡിസംബർ 20-നും 25-നും ഇടയിൽ ഒറ്റ ട്രെയിൻ മാത്രമാണ് റെയിൽവേ പ്രഖ്യാപിച്ചത്. മലബാറിനെ പൂർണ്ണമായും തഴഞ്ഞു. അതേസമയം KSRTC 25-ഉം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 66 ബസ്സുകൾ അധികമായി പ്രഖ്യാപിച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായി. തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും ഉൾപ്പെടെ നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ എല്ലാം ബുക്കിംഗ് നിർത്തിവെച്ചിട്ടും അധിക സർവീസ് എന്ന ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് റെയിൽവേ. ഓണക്കാലത്ത് തിരുവനന്തപുരത്തേക്ക് 2 അധിക സർവീസുകളും മലബാറിലേക്ക് ഒരു അധിക സർവീസും റെയിൽവേ നടത്തിയിരുന്നു. എന്നാൽ എറണാകുളത്തേക്ക് വന്ദേ ഭാരത് ഓടുന്നത് ചൂണ്ടിക്കാട്ടി ഇക്കുറി ഒറ്റ അധിക സർവീസ് മാത്രമാണ് ഇതേവരെ പ്രഖ്യാപിച്ചത്. വിജിലൻസ് കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ വൈകുന്നു. ഗുരുതര കണ്ടെത്തലുകളുടെ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ഇതുവരെ തുടർ നടപടിയില്ല. SP-ക്കും DYSP-ക്കും സംരക്ഷണം നൽകുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. വനിതാ SI-മാരോട് മോശമായി സന്ദേശം അയച്ച SP വിനോദ് കുമാറിനും സംരക്ഷണം ഒരുക്കുകയാണ്. പോഷ് ആക്ട് പ്രകാരമുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പ്രതിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത DYSP ഉമേഷിനെതിരെയും കേസെടുത്തിട്ടില്ല. സംഭവത്തിൽ സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ട്. കേസെടുക്കുമെന്ന ഉത്തരമേഖല DIG-യുടെ റിപ്പോർട്ടും കോൾഡ് സ്റ്റോറേജിൽ നടപടി ഒതുക്കി എന്നാണ് റിപ്പോർട്ട്. അന്തരിച്ച നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ തൃപ്പൂണിത്തറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്നു. അതുല്യ പ്രതിഭയ്ക്ക് മലയാളക്കര അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത്. ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് എത്തിച്ചേർന്നത്. മലയാളികളുടെ ഏത് ഭാവത്തെയും ഒട്ടും നാടകീയതകളില്ലാതെ വെള്ളിത്തിരയിൽ എത്തിച്ച ബുദ്ധിമാനായ സിനിമാക്കാരനാണ് വിടവാങ്ങിയത്. നർമ്മവും പരിഹാസവും വിമർശനവും പ്രണയവും സൗഹൃദവും സ്നേഹവും സങ്കടവും നിരാശയും അതിന്റെ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ജീനിയസ്. ദീർഘകാലമായി അസുഖബാധിതനായി ഉദയംപേരിലെ വീട്ടിലെ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കൊള്ള കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും പങ്ക് വെളിപ്പെടുത്തിയത് പോറ്റിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2 പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങി എന്നാണ് വിവരം. ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും 470 ഗ്രാം സ്വർണം കണ്ടെത്തി. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധം കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ റൊദം ജുവലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ഇന്ന് അപേക്ഷ നൽകും. ലോഹപാളികളിലുള്ളത് ശബരിമല സ്വർണമാണെന്നറിഞ്ഞിട്ടും ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് SIT വ്യക്തമാക്കുന്നത്. 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങുവാനും 20 ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകി. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശം എത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊള്ളയടിച്ച സ്വർണം ആർക്ക് കൈമാറി എന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ ഇരുവരും ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കും. ഇനി സ്പോർട്സ്. ആഷസ് പരമ്പരയിലെ 3-ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. ഇംഗ്ലണ്ടിനെതിരെ 82 റൺസിനായിരുന്നു ജയം. 435 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് പോരാട്ടം 352 റൺസിൽ അവസാനിച്ചു. 2-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനു വേണ്ടി സാക് കൗളി, ജാമി സ്മിത്ത്, വിൽ ജാക്സ് എന്നിവരെല്ലാം പൊരുതി നോക്കിയെങ്കിലും ജയം നേടാനായില്ല. ഓസീസിന് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ്സ് കമ്മിൻസ്, നഥാൻ ലിയോൺ എന്നിവർ 3 വിക്കറ്റ് വീതം നേടി. നേരത്തെ ഓസീസിന്റെ 2-ാം ഇന്നിംഗ്സിൽ 349 അവസാനിച്ചിരുന്നു. ട്രാവിഡ് ഹെഡ് സെഞ്ചുറിയും അലക്സ് ക്യാരി 72 റൺസും നേടി. ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് 352 റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ട് നേടിയിരുന്നത് 286 റൺസായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ AI-യുടെ വ്യാപക ഉപയോഗം തൊഴിലില്ലായ്മയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. എൻട്രി ലെവൽ ജോലികൾ നേടുന്നതിൽ യുവാക്കളും പരിചയക്കുറവുള്ളവരും ബുദ്ധിമുട്ട് നേരിടും. പുതിയ ബിരുദധാരികൾക്ക് ജോലി അവസരങ്ങൾ കുറയും. AI മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഗൗരവമായി ആലോചിക്കണമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി. UK-യിൽ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ബഡ്ജറ്റ് ഇഫക്ട് ഷോപ്പിംഗ് മേഖലയിൽ പ്രതിസന്ധിയാകുന്നു. 30 ബില്യൺ പൗണ്ടിന്റെ നികുതി വേട്ട ഉപഭോക്താക്കളുടെ കീശ കാലിയാക്കുന്നു. നികുതി വർധനവ് കാരണം നവംബറിലെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ജനങ്ങൾ കൈവിട്ടു. വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടി. UK-യിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ അൾഷിമേഴ്സ് രോഗത്തിന് സമാനമായ മസ്തിഷ്ക മാറ്റങ്ങൾ ഉണ്ടാകും. ഏകദേശം 10% പേർക്ക് രോഗമുണ്ടാകുമെന്ന് പഠന റിപ്പോർട്ട്.
ജീവിത ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള പഠനം വഴിത്തിരിവാകുന്നു. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് അൾഷിമേഴ്സുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ തലച്ചോറിൽ ഉണ്ടാകാൻ സാധ്യത. H1B, H4 വിസയിൽ പുതിയ പണിയുമായി ഡൊണാൾഡ് ട്രംപ്. വിസ അഭിമുഖങ്ങളുടെ പുനഃക്രമീകരണം ഇന്ത്യൻ അപേക്ഷകർക്ക് പുതിയ പ്രതിസന്ധി തീർക്കുന്നു. 2026 ജനുവരിയിലേക്ക് നിശ്ചയിച്ചിരുന്ന നിരവധി വിസ അഭിമുഖങ്ങൾ അപ്രതീക്ഷിതമായി 2027 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്ക് മാറ്റി. ഒരു വർഷത്തിലേറെ മുൻകൂട്ടി അഭിമുഖങ്ങൾ മാറ്റുന്നത് അപേക്ഷകരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ. എപ്സ്റ്റീൻ കേസിൽ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പൊതു വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷം. ട്രംപിന്റെ ചിത്രം ഉൾപ്പെട്ട ഒരു ഫോട്ടോ അടക്കം കുറഞ്ഞത് 16 രേഖകളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നീക്കം ചെയ്തത്. രേഖകൾ അപ്രത്യക്ഷമായത് സർക്കാർ ഭാഗത്തു നിന്ന് വിശദീകരണമോ ഔദ്യോഗിക അറിയിപ്പോ ഇല്ലാതെ. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് യാത്രക്കാരനെ മർദ്ദിച്ച സംഭവം. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം. മർദ്ദനം സെക്യൂരിറ്റി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ. മർദ്ദന സമയത്ത് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർ നോക്കുകുത്തിയായെന്ന് അങ്കിതിന്റെ ആരോപണം. സ്വർണ്ണക്കൊള്ള കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും പങ്ക് വെളിപ്പെടുത്തിയത് പോറ്റിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. രണ്ടുപേരിൽ നിന്നും സ്വർണം കണ്ടെത്തി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നും ആരോപണം. അന്തരിച്ച നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്നു. അതുല്യ പ്രതിഭയ്ക്ക് മലയാളക്കരയാകെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.